വെനസ്വേലയിൽ സ്ഥിതി ആശങ്കാജനകമെന്ന് ഭാരതം. ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കണം. വെനസ്വേലൻ ജനതയ്ക്ക് ഉറച്ച പിന്തുണ നൽകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേർന്നു. ഐസൺ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. വെനസ്വേലയിലുള്ള US ആക്രമണം, അട്ടിമറി, പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യം. ഇപ്പോൾ ഇതാ US കൊളംബിയയും നോട്ടമിട്ട് കഴിഞ്ഞു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്തൊക്കെയാണ്? ഐസൺ ജോസ് ചേരുന്നെന്ന് മനസ്സിലാക്കുന്നത്. ഐസൺ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് വെനസ്വേലയ്ക്ക് നേരെ ഉണ്ടായ US അട്ടിമറി. ഒരു രാത്രിയുടെ മറവിൽ ട്രംപ് നടത്തിയ ഒരു ആക്രമണം, വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച ലഹരിക്കടത്ത് ആരോപിച്ചാണെങ്കിലും, പക്ഷേ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ട്രംപ് നടത്തിയ രാത്രിയുടെ മറവിൽ നടത്തിയ ഒരു അട്ടിമറി എന്ന് തന്നെ വേണം ഇതിനെ കണക്കാക്കാൻ. റഷ്യയും ചൈനയും അടക്കം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന, എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇസ്രായേലും സെലൻസ്കിയും ഈ ഒരു ഘട്ടത്തിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്തും രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ട്രംപിന്റെ അടുത്ത നീക്കം എന്താണ്? തീർച്ചയായും ചില രാജ്യങ്ങളിൽ നിന്നുള്ള പിന്തുണ ലഭ്യമാകുന്നുണ്ട് എങ്കിൽ കൂടി മറ്റു രാജ്യങ്ങളിൽ നിന്ന്, അതായത് പൊതുവെയുള്ള നിലപാടുകളിൽ നിന്ന് അമേരിക്കയ്ക്ക് എതിരായ ഒരു വികാരം തന്നെയാണ് റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ശക്തമായൊരു പ്രതിഷേധം പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ലോകം അത്ര അനുകൂലമായല്ല പ്രതികരിക്കുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. റഷ്യ അടിയന്തരമായി UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ UN സെക്യൂരിറ്റി കൗൺസിൽ യോഗം നടക്കുന്നൊരു പശ്ചാത്തലമുണ്ട്. ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെനസ്വേലയിൽ നടന്ന സംഭവവികാസങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയും മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ആശങ്കയുണ്ട് എന്ന് അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങളെല്ലാം തന്നെ നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന നിലപാടും അദ്ദേഹം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാരതം ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ വിദേശകാര്യ വക്താവ് ഔദ്യോഗികമായ ഒരു പ്രസ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ തന്നെ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിലപാട് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ നിക്കോളാസ് മഡൂറോയുടെ കാലത്ത് പലരും നാട് കടത്തപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചില കൂടുതൽ ജനാധിപത്യ ബോധത്തോടെ വേണം രാജ്യഭരണം എന്നാവശ്യപ്പെടുന്ന ചില നിലപാട് സ്വീകരിക്കുന്ന ചില ന്യൂനപക്ഷ വിഭാഗങ്ങളെ നാട് കടത്തുന്ന ഉൾപ്പെടെയും അവിടെ നിലനിൽക്കാൻ പറ്റാത്തൊരു സാധ്യതയിൽ അവർ നാട് വിട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരക്കാരെല്ലാം തന്നെ ഈ വിജയം ആഘോഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള പിന്തുണ പല രാജ്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള നീക്കത്തിന്, അതായത് നിക്കോളാസ് മഡൂറോയ്ക്കെതിരായ നീക്കത്തിനെ പല രാജ്യങ്ങളും പിന്തുണയ്ക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ എത്തിപ്പെട്ടവർ പിന്തുണയ്ക്കുന്നുണ്ട് എങ്കിൽ കൂടി പൊതുവേ ഒരു അഭിപ്രായം അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരായി തന്നെയാണ്. തീർച്ചയായും രാത്രിയുടെ മറവിൽ നടന്നൊരു ആക്രമണമാണ്. അത് അമേരിക്ക ലക്ഷ്യം വെച്ചത് മറ്റു ചില കാര്യങ്ങളാണ്. എണ്ണ സംസ്കരണ കേന്ദ്രങ്ങൾ, എണ്ണ സ്റ്റോറേജ്, അല്ലെങ്കിൽ എണ്ണയുടെ റിസോഴ്സ് പൂർണ്ണമായും യൂട്ടിലൈസ് ചെയ്യാനുള്ളൊരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നെല്ലാം തന്നെ വിശദീകരിക്കുന്ന സാഹചര്യമുണ്ട്. അമേരിക്ക തന്നെ അക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എണ്ണ പര്യവേഷണത്തിനായ സംവിധാനങ്ങൾ അവിടേക്ക് പോകുന്നു അമേരിക്കയിൽ നിന്ന് എന്നെല്ലാം തന്നെ ട്രംപ് തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഒരു ട്രാൻസിഷണൽ ഗവൺമെൻറ് വരുന്നത് വരെ ഭരണവും അവർ നടത്തുമെന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ എതിർപ്പുകൾ വരുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് സെലൻസ്കി ഇത്തരത്തിലാണ് എല്ലാ ഏകാധിപതികളോടും, പ്രത്യേകിച്ച് പുടിനോടും അത്തരം നീക്കം നടത്തണമെന്നൊരു ആവശ്യവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വെനസ്വേലയിൽ സ്ഥിതി ആശങ്കാജനകമെന്നാണ് ഭാരതം പ്രതികരിച്ചത്. ചർച്ചകളിലൂടെ മേഖലയിൽ സമാധാനം ഉറപ്പാക്കണം. വെനസ്വേലൻ ജനതയ്ക്ക് ഉറച്ച പിന്തുണ നൽകുന്നുവെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.